പ്രത്യാശയോടെയാണെങ്കിലും പുതിയ കരാർ ഉണ്ടായിരുന്നിട്ടുകൂടി ശ്രീ എൻ പിന്നെയും കാലവിളംബം വരുത്തിക്കൊണ്ടിരുന്നു. വ്യക്തമായും അയാളുടെ താമസിപ്പിക്കൽ നയം ഇഷ്കോണിനെ വഞ്ചിക്കുവാനുള്ള അയാളുടെ പദ്ധതിയുടെ ഭാഗം മാത്രമായിരുന്നു. പ്രഭുപാദർ ബോംബെയിൽ വളരെയധികം ദിവസങ്ങൾ കാത്തു നിൽക്കുകയും പിന്നെ ഒരു പന്തൽ പരിപാടിക്കായി അഹമ്മദാബാദിലേക്ക് പോവുകയും ചെയ്തു. പുതിയ കരാർ അനുസരിച്ച് പ്രമാണം വാങ്ങുവാനും അത് നടന്നില്ലെങ്കിൽ രൊക്കമായി നൽകപ്പെട്ട 2 ലക്ഷം രൂപ മടക്കി വാങ്ങുവാനുള്ള നിർദ്ദേശങ്ങൾ തന്റെ ശിഷ്യന്മാർക്ക് നൽകിയിട്ടാണ് അദ്ദേഹം പോയത്. പ്രഭുപാദർ സ്ഥലത്തില്ലാതിരുന്നതിനാൽ ശ്യാമസുന്ദരനും തമാലകൃഷ്ണനും ഗോസ്വാമിയും മറ്റുള്ളവരും ആ ജുഹു ഭൂമിയുടെ പ്രമാണം കിട്ടിയാൽ തന്നെ അത് പ്രഭുപാദർ വിഭാവനം ചെയ്തിരിക്കുന്ന വിധത്തിൽ വികസിപ്പിച്ചെടുക്കുക എന്നത് മിക്കവാറും അസാധ്യമായിരിക്കും എന്നതിനെപ്പറ്റി ചർച്ച ചെയ്യുവാൻ തുടങ്ങി. ആ ഭൂമി തങ്ങൾക്ക് കിട്ടിയാൽ തന്നെ ഈ കുറ്റിക്കാട്ടിൽ ഒരു വലിയ ക്ഷേത്രം പ്രസാദ ഭോജനശാലയും നിർമ്മിക്കാമെന്ന് എങ്ങനെയാണ് പ്രതീക്ഷിക്കുവാൻ കഴിയുക എന്ന് ശ്യാമസുന്ദരൻ വാദിച്ചു. അത് നടപ്പില്ല. അതേസമയം തന്റെ ബോംബെയിലെ തീവ്ര പ്രയത്ന പരിപാടി തുടരുവാൻ അഹമ്മദാബാദിലേക്ക് വന്ന് ഒത്തുതീർപ്പാക്കാൻ ശ്രമിക്കണമെന്ന് പ്രഭുപാദർ ശ്രീ എന്നിനോടും ശ്രീ ഡിയോടും അഭ്യർത്ഥിച്ചു. അവർ അതിന് സമ്മതിച്ചു. രൊക്കം കൊടുത്ത 2 ലക്ഷം രൂപയും ലാഭനികുതിക്ക് വേണ്ടി കൊടുത്ത 5 ലക്ഷം രൂപയും മടക്കി കിട്ടണമെങ്കിൽ പുതിയ കരാർ റദ്ദാക്കേണ്ടി വരുമെന്ന് ബോംബെയിലെ ഭക്തന്മാർക്ക് മനസ്സിലായി. അവർ ചിന്താക്കുഴപ്പത്തിലായി. അവർക്കുള്ള സമയം അവസാനിക്കാറായിക്കൊണ്ടിരുന്നു. ഒരു ദിവസം രാവിലെ പ്രഭുപാദരുടെ ഒരു ശിഷ്യയായ വിശാഖദേവി ദാസി ബോംബെയിൽ നിന്ന് അഹമ്മദാബാദിലെത്തി. പ്രഭുപാദർ അവരെ വിളിച്ചു വരുത്തി ഒരു സന്ദേശവുമായി പെട്ടെന്ന് ബോംബെയിലേക്ക് പോകണമെന്ന് ആവശ്യപ്പെട്ടു. ബോംബെയിലെ തന്റെ പ്രഭുക്കന്മാർ ഒരു തെറ്റായ പോവുകയും ചെയ്യാൻ ഇടയാകരുത് എന്ന വിചാരത്താൽ ഒരു സാഹചര്യത്തിലും അവർ ശ്രീ എന്നുമായുള്ള ആ കരാർ റദ്ദാക്കരുതെന്ന് അവരോട് പോയി പറയുവാൻ അദ്ദേഹം വിശാഖയോട് ആവശ്യപ്പെട്ടു. അദ്ദേഹം പറഞ്ഞു, വാസ്തവത്തിൽ ഇതൊരു സ്ത്രീയുടെ ജോലിയല്ല. എന്നാൽ ഇവിടെയുള്ള മറ്റാളുകളൊക്കെ ഒന്നുകിൽ പന്തലിൽ പണിയെടുത്തുകൊണ്ടിരിക്കുന്നവരോ അല്ലെങ്കിൽ ഈ ജോലി ഏൽപ്പിക്കാൻ തക്കവിധം വേണ്ടത്ര കാലം നമ്മളോടൊപ്പം കഴിഞ്ഞുകൂടിയിട്ടില്ലാത്തവരോ ആണ്. വിശാഖ അടുത്ത ട്രെയിനിന് തന്നെ അഹമ്മദാബാദിൽ നിന്ന് പുറപ്പെടുകയും അടുത്ത ദിവസം രാവിലെ ബോംബെയിൽ എത്തുകയും ചെയ്തു. എന്നാൽ പ്രഭുപാദർ ദീർഘദർശനം ചെയ്തിരുന്നതെന്തോ അത് സംഭവിച്ചു കഴിഞ്ഞിരുന്നു. ഭക്തന്മാർ ആ ഭൂമി വിൽപ്പനക്കരാർ റദ്ദാക്കി കഴിഞ്ഞു. ആ ഭൂമി വാങ്ങുക എന്നത് ഒരു പ്രമാദമായിരിക്കുമെന്ന് അവർക്ക് ബോധ്യമായി. അവരുടെ അഭിഭാഷകന്മാരും അവർക്ക് തങ്ങളുടെ പണം തിരിച്ചു കിട്ടണമെന്നുണ്ടെങ്കിൽ ആ കരാർ ഉടൻ തന്നെ റദ്ദാക്കണമെന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അവരോട് യോജിച്ചു. അഹമ്മദാബാദിൽ നിന്നുള്ള പ്രഭുപാദരുടെ സന്ദേശം കേട്ടപ്പോൾ അവരുടെ ചിന്താക്കുഴപ്പം മൂർധന്യദശയിലെത്തി. ഇപ്പോൾ അവർക്ക് നിയമപരമായ ഒരു ആശ്രയസ്ഥാനവുമില്ല. ഭൂമിയുടെ മേൽ ഒരു അവകാശവുമില്ല. പ്രഭുപാദരുടെ ആഗ്രഹം നിറവേറ്റുന്നതിൽ അവർ പരാജയപ്പെട്ടിരിക്കുന്നു. നടന്ന കാര്യങ്ങൾ അറിയിക്കാനായി ഗിരിരാജൻ പ്രഭുപാദർക്ക് അഹമ്മദാബാദിലേക്ക് ഫോൺ ചെയ്തു. പ്രഭുപാദർ ടെലിഫോൺ എടുത്തുകൊണ്ട് ഭക്തി വേദാന്ത സ്വാമിയാണിത് എന്ന് പറഞ്ഞു. അഹമ്മദാബാദിൽ നിന്ന് ഒരു സന്ദേശവുമായി വന്ന കാര്യം പറയുകയായിരുന്നു ഗിരിരാജൻ. ശരി, എന്താണ് പറയുവാനുള്ളത്? പ്രഭുപാദർ ചോദിച്ചു. ഒടുവിൽ ഗിരിരാജൻ ഇടറുന്ന വാക്കുകളോടെ തങ്ങൾ കരാർ റദ്ദാക്കി കഴിഞ്ഞു എന്ന് പറഞ്ഞു. പ്രഭുപാദർ മുഖനായി. അല്പസമയം കഴിഞ്ഞ് കോപവും നൈരാശ്യവും സ്ഫുരിക്കുന്ന സ്വരത്തിൽ അദ്ദേഹം പറഞ്ഞു, എങ്കിൽ എല്ലാം തീർന്നു. ഹരേ കൃഷ്ണ. പ്രഭു ഈ ഒരു അധ്യായം കഴിഞ്ഞു. ഇനി 6ാമത്തെ അധ്യായം തുടങ്ങുവാണ്. കണ്ടിന്യൂ ചെയ്യാനോ? ജയോ കുഞ്ച ബിഹാരി ജയ ഗോപി ജന വല്ലഭ ജയോ ഗിരിവരധാരി ജയോ ഗിരിവരധാരി ജയ ഗോപി ജന വല്ലഭ ജയോ ഗിരിവരധാരി ജയോ ഗിരിവരധാരി ജയ യശോദനന്ദന വ്രജ ജനരഞ്ജന യശോദനന്ദന വ്രജ ജനരഞ്ജന യമുനാ തീരാവനചാരി ജയ രാധ മാധവ കുഞ്ച ബിഹാരി.
जयो राधा माधव जयो कुंज बिहारी हरे कृष्णा 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 हरे 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 रामा राम राम हरे 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 कृष्ण प्रभु जी दंडवत प्रणाम। हरे कृष्णा दंडवत प्रणाम। ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। नारायणं नमस्कृत्य नरं चैव देवीं सरस्वतीं व्यासं ततो जयमुदीरयेत्। नष्टप्रायेषु भद्रेषु नित्यं भागवत सेवया भगवते तमश्लोके कृष्णाय वासुदेवाय देवकी नंदनाय च नन्दगोपकुमाराय श्री गोविंदाय नमो। जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासदि गौरी भक्तवृंद। हरे कृष्णा कृष्ण कृष्ण हरे 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 राम 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 हरे हरे। ओम ज्ञानतिमिरान्धस्य ज्ञानाञ्जनशलाकया चक्षुरुन्मीलितं तस्मै श्री ते चैतन्यमनोभीष्टं स्थापितं येन भूतले स्वयं रूपकथां ददादिष्टपदान्तिकं वन्देऽहं श्रीगुरुं श्रीयुतापदकमलं श्रीगुरुं वैष्णवां च श्रीरूपं साग्रजातं सहगणरघुनाथान्वितं तं सजीवं सात्वैतं सावधूतं कृष्ण चैतन्य देव श्री राधा कृष्ण पादान सहगण ललिता श्री विशाखाम्बिकां च हे कृष्णा करुणा सिंधु दीनबंधो जगत्पते गोपेश गोपिका राधा कांत नमोस्तुते। तप्त कांचन गौरांगी राधे वृंदावनेश्वरी वृषभानुसुते देवी प्रणमामि हरिप्रिये। वंशकल्पतरुभ्यश्च कृपा सिन्धुभ्येव च पतितानां पावनेभ्यो वैष्णवेभ्यो। ഹരേ കൃഷ്ണ. എല്ലാ ഭക്തജനങ്ങൾക്കും എൻ്റെ കോടി നാമം. നമ്മള് ചെറുതായിട്ട് എന്താണ് ഭക്തി എന്നതിനെ കുറിച്ച് ആചാര്യന്മാരുടെ ഗ്രന്ഥങ്ങളിൽ നിന്നും കേട്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മള് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മള് സ്റ്റാർട്ട് ചെയ്തു. ഇതിനൊക്കെ മുമ്പത്തെ ക്ലാസ്സിൽ ഇൻട്രഡക്ഷൻ പറഞ്ഞു ചെറുതായിട്ട് സ്റ്റാർട്ട് ചെയ്തു. ഇന്ന് നമുക്കൊന്നും കൂടി കൂടുതലായിട്ട് എന്താണ് നമ്മൾ പറഞ്ഞു നിർത്തിയത് അവിടെ നിന്ന് കണ്ടിന്യൂ ചെയ്യാം. അതിനൊക്കെ മുമ്പായിട്ട് നമ്മൾ എന്താണോ കഴിഞ്ഞ ക്ലാസ്സിൽ മനസ്സിലാക്കിയത് അതിനെക്കുറിച്ചൊന്നും കൂടി നമുക്ക് കേട്ടുകൊണ്ട്, അതായത് ഒരു റിവ്യൂ കഴിഞ്ഞിട്ട് നമുക്ക് പോവാം. അപ്പൊ നമ്മള് ഭക്തി രസാമൃത സിന്ധു എന്ന് പറഞ്ഞ ഒരു പുസ്തകത്തിനെ കുറിച്ചിട്ടാണ്, അതായത് ശ്രീ രൂപ ഗോസ്വാമിയുടെ ക്ലാസിക് ബുക്ക് എന്ന് പറയാം. ഭക്തിയെ കുറിച്ചിട്ടുള്ള ഒരു ക്ലാസിക് ബുക്കാണ് ഭക്തി രസാമൃത സിന്ധു. അതിനെ കുറിച്ചാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ പുസ്തകത്തിൽ പൂർണ്ണമായിട്ടും വിവരിച്ചിരിക്കുന്നത് രസത്തിനെ കുറിച്ചിട്ടാണ്. ഭഗവാന്റെ പേര് തന്നെ അഖില രസാമൃത മൂർത്തി എന്നാണ്. അഖില രസാമൃത മൂർത്തി. അപ്പോ എല്ലാ രസങ്ങളും പൂർണ്ണമായിട്ടും പ്രകടിപ്പിച്ച ഒരു അവതാരമായിരുന്നു കൃഷ്ണാവതാരം. അവതാരം എന്ന് പറയാൻ പറ്റില്ല, ഭഗവാൻ ഈസ് അവതാരി.
കൃഷ്ണൻ അവതാരിയാണ്. അപ്പൊ ആ കൃഷ്ണൻ അദ്ദേഹം സകല രസങ്ങളും നമുക്ക് കാണിച്ചിട്ടുണ്ട്, നമുക്ക് എൻജോയ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. നമുക്കല്ല, ഭക്തന്മാർക്ക് എൻജോയ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മളെല്ലാം ഇനീഷ്യൽ സ്റ്റേജിലാണ് ഭക്തിയുടെ. അപ്പൊ അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, എൻജോയ്മെന്റ് കുറച്ച് കുറവായിരിക്കും. നമ്മൾ ഈ എൻജോയ്മെന്റിന് സമയമായിട്ടില്ല. അത് നമ്മൾ കിട്ടുന്ന സമയം, അതായത് ആ പ്രേമഭക്തിയിൽ വരുമ്പോൾ നമുക്ക് എൻജോയ് ചെയ്യാൻ സാധിക്കും. നമുക്കറിയാം ഭക്തിക്ക് 9 പടികളുണ്ട്. അതിനെ വിശ്വനാഥ ചക്രവർത്തി ഠാക്കൂർ 12 പടികളായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതായത് നോർമലി രൂപഗോസ്വാമി 9 തന്നുള്ളൂ. പക്ഷെ ഒന്നും കൂടി നമുക്ക് വിശ്വനാഥ ചക്രവർത്തി ഠാക്കൂർ കുറച്ചും കൂടി കൂടുതലായിട്ട് അതിനെ നമുക്ക് തന്നു. അപ്പൊ നമ്മൾ ഈ 9 സ്റ്റേജ് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ശ്രദ്ധ, ആദോ ശ്രദ്ധ, തതോ സാധു സംഗോധവചനക്രിയ, തതോ അനർത്ഥ തതോ നിഷ്ഠാർജിസ്തത, തഥാസക്തിസ്തോ ഭാവ, തഥാ പ്രേമ വിദൂഷതി, സാധകാനാമയം പ്രേമ പ്രാദുർഭാവേ ഭവേ ക്രമ. അതായത് ഈ 9 സ്റ്റേജും പടിപടിയായിട്ട് മുന്നോട്ട്. അപ്പൊ ഓരോ സ്റ്റേജിൽ പോകും തോറും നമ്മുടെ കർമ്മഫലങ്ങള് അത് നമ്മളിൽ നിന്നും, അതായത് നമ്മള് മുജന്മ കർമ്മഫലങ്ങളൊക്കെ അനുഭവിക്കേണ്ടവരാണ്. അപ്പൊ നമ്മൾ ഈ അനർത്ഥങ്ങള് ഓരോരോ സ്റ്റേജിൽ നമ്മൾ മുന്നോട്ട് പോകുമ്പോഴും ഈവൻ ബാബ വരെ നമുക്ക് എന്തുണ്ട്, ചാൻസസ് ഉണ്ട് താഴെ വീഴാനുള്ള ചാൻസസ്. അതായത് ബാബ സ്റ്റേജിലാണ് ഭരത മഹാരാജ് ഇത്രയും എല്ലാം ചെയ്തുകൊണ്ട് അദ്ദേഹം സാധുസംഗം ഇതെല്ലാം എടുത്തിട്ട്, അതായത് ശ്രദ്ധ, സാധുസംഗം, ഭജനക്രിയ, അനർത്ഥനിവൃത്തി, രുചി, ആസക്തി, ഇതെല്ലാം കഴിഞ്ഞു വന്നിട്ട് പ്രേമയുടെ പ്രാരംഭ ലെവലായിട്ടുള്ള ഭാവ സ്റ്റേജിൽ നിൽക്കുന്ന സമയത്താണ് അദ്ദേഹം ആ മാനിനോട് കൂടുതലായിട്ട് ഇടപഴകുന്നതും അവസാനം മാനിന്റെ ചിന്തയിൽ തന്റെ ശരീരം ത്യജിക്കും. അപ്പോ ഈവൻ ഭാവ സ്റ്റേജിൽ പോലും നമ്മൾ ഭക്തിയിൽ നിന്നും താഴെ പതിക്കാൻ ചാൻസസ് ഉണ്ട്. പിന്നെ നമ്മുടെ ഭക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഞാൻ പറഞ്ഞു, കൃഷ്ണൻ അഖില രസാമൃതമൂർത്തിയാണ്. ശാസ്ത്രം പറയുന്നു ഭഗവാൻ അഖില രസാമൃതമൂർത്തിയാണ്. അല്ല, എല്ലാ രസങ്ങളും പ്രകടിപ്പിച്ചിരിക്കുന്ന ഒരു അവതാരം. അതായത് എല്ലാ രസങ്ങളും ഭഗവാനിൽ നമുക്ക് പൂർണ്ണമായിട്ടും കാണാൻ സാധിക്കും. അത് ദാസ്യരസമാവട്ടെ, ശാന്തരസമാവട്ടെ, അല്ലെങ്കിൽ സഖ്യരസമാവട്ടെ, അല്ലെങ്കിൽ അടുത്ത രസം ഏതാണ്? ഹരേ കൃഷ്ണ. രുചി ആസക്തിയാണോ പ്രഭു? അല്ല 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 അതിനേക്കാൾ മാധുര്യക്ക് മുമ്പ് ഒരെണ്ണുണ്ട്. മാധുര്യം, സത്യരസം, ശ്രദ്ധ, ആത്മനിവേദനം, മാധുര്യം, അല്ല, മാധുര്യക്ക് മുമ്പ് ഒന്നുണ്ട്. വാത്സല്യാണോ പ്രഭു? പ്രേമരസമാണ്. പ്രേമരസമാണ്. പ്രേമം മാധുര്യയിൽ വരുന്നതാണ്. മാധുര്യാണ് പ്രേമം. യെസ് യെസ് യെസ്. അപ്പോ രസങ്ങൾ 5 ഇതിൽ ആദ്യം ശാന്തരസം, ദാസ്യരസം, പിന്നെ സഖ്യരസം, വാത്സല്യരസം, മാധുര്യരസം. ഈ 5 രസങ്ങൾ. ഓക്കെ, ഈ 5 രസങ്ങളും ഭഗവാനിൽ നമുക്ക് കാണാൻ സാധിക്കും. ഈ 5 രസങ്ങളും, അതായത് ദാസ്യരസം ഉണ്ടായിട്ടുള്ളത്, സഖ്യരസം ഉണ്ടായിട്ടുള്ളത്, ഇതെല്ലാം ഓരോരുത്തരും നമുക്ക് ഓരോരോ ഭക്തന്മാരും നമുക്കത് കാണാൻ സാധിക്കും. അതിനെ കുറിച്ച് ഞാൻ പറഞ്ഞു തരുന്നുണ്ട്. നമ്മൾ പോകുന്നുണ്ട് അങ്ങോട്ട്. അപ്പോ
രസങ്ങള് പൂർണ്ണമായിട്ട് നമുക്ക് കൃഷ്ണനിൽ കാണാൻ സാധിക്കും. അതുകൊണ്ട് അദ്ദേഹത്തിന് അഖില രസാമൃതമൂർത്തി എന്ന് പറയണം. മറ്റ് അവതാരങ്ങൾ, നമ്മൾ രാമാവതാരമുണ്ട്, പിന്നെ വാമനാവതാരമുണ്ട്, നരസിംഹാവതാരമുണ്ട്. ഈ അവതാരങ്ങളിലൊന്നും നമുക്ക് രസങ്ങൾ പൂർണ്ണമായിട്ടും കാണാൻ സാധ്യമല്ല. അപ്പൊ കൃഷ്ണാവതാരത്തില് രസങ്ങൾ, അതായത് അദ്ദേഹം ദാസ്യരസവും ശാന്തരസവും ദാസ്യരസം എല്ലാം അനുഭവിച്ചു നമുക്ക് കാണാം. അതായത് ഭക്തന്മാര് ഓരോരോ സ്റ്റേജിൽ ഇത് നമ്മൾ കാണാൻ സാധിക്കും. ഭീഷ്മദേവ് ഏത് രസത്തിലായിരുന്നു ഭഗവാനെ സേവിച്ചിരുന്നത്? ദാസ്യരസത്തിൽ. ഹരേ കൃഷ്ണ. ശാന്തരസം. ശാന്തരസം. അദ്ദേഹം ശാന്തരസത്തിലാണ് ഭീഷ്മദേവ് ഭഗവാനെ സേവിക്കുന്നത്. ആ രസത്തിൽ ഇരുന്നുകൊണ്ടാണ്. അപ്പൊ അങ്ങനെ ഓരോരോ ഭക്തന്മാരും ഓരോരോ ഇതിലുണ്ട്. പക്ഷെ നമുക്ക് രാമാവതാരത്തിൽ, ഞാൻ പറഞ്ഞതുപോലെ, ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതുപോലെ, രാമാവതാരത്തില് നമുക്ക് ദാസ്യരസം കാണാം. പക്ഷെ അവിടെ നമുക്ക് സഖ്യരസം കാണാൻ സാധിക്കില്ല. അതേമാതിരി തീർച്ചയായിട്ടും വാത്സല്യരസമുണ്ട്, പ്രേമരസം അവിടെ നമ്മൾ കാണാൻ സാധിക്കുന്നത് രാമൻ സീത ഇതുമാണ്. കാരണം ഭഗവാൻ ഏകപത്നി വ്രതമുള്ള ഒരു വ്യക്തിയായിരുന്നു. രാമാവതാരത്തിന്റെ സ്പെഷ്യാലിറ്റി അതാണ്. അപ്പോ എല്ലാ രസങ്ങളും പൂർണ്ണമായിട്ട് നമുക്ക് കൃഷ്ണനിൽ കാണാൻ സാധിക്കും. മറ്റ് അവതാരങ്ങളില് ഒരു പക്ഷെ നമുക്കത് കാണാൻ സാധിക്കില്ല കൂടുതലായി. അപ്പൊ ഈ ഭക്തി രസാമൃത സിന്ധു ഭഗവാന്റെ രസങ്ങളെ കുറിച്ച് വിവരിക്കുന്ന ഒരു പുസ്തകമാണ്. അതിന് 4 തിരകളുണ്ട്. ഈ 4 തിരകള് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഈസ്റ്റേൺ, നോർത്തേൺ, സതേൺ, അതേമാതിരി വെസ്റ്റേൺ. അതിനെ നമ്മൾ സംസ്കൃത ഭാഷയിൽ പറയുകയാണെങ്കിൽ പൂർവ രസ ലഹരി, രണ്ടാമത്തത് ദക്ഷിണ രസ ലഹരി, അത് കഴിഞ്ഞിട്ട് നമുക്ക് പശ്ചിമ രസലഹരി. ഇങ്ങനെ നമുക്കത് 4 രസങ്ങൾ, 4 വേവായിട്ട് തിരിച്ചിരിക്കുന്നു. അത് കഴിഞ്ഞിട്ട് ഓരോ തിരകളെയും വീണ്ടും തരം തിരിച്ചിട്ടുണ്ട്. അതിൽ നമ്മൾ ആദ്യത്തെ പുസ്തകം, അതായത് നമ്മൾ ഈ പറയണത് ഈസ്റ്റേൺ വേവ്, കിഴക്ക് തിര എന്ന് പറയാം അതിന് നമ്മൾ. അപ്പൊ ഈ തിരയിൽ നമ്മൾ പഠിക്കുന്നത് എന്താന്ന് വെച്ചാൽ, അതായത് അതിനെന്തെന്നാ പറയണത്, പൂർവ രസ ലഹരി. ഇതാണ് ഈസ്റ്റേൺ വേവ് അല്ലെങ്കിൽ കിഴക്ക് എന്ന് പറയണത്. ഇതിൽ നമ്മൾ മെയിനായിട്ട് പഠിക്കുന്നത്, ഈ പുസ്തകത്തിൽ മെയിനായിട്ട് വിവരിക്കുന്നത്, അല്ലെങ്കിൽ ഈ ഭാഗത്തിൽ മെയിനായിട്ട് വിവരിക്കുന്നത്, നമ്മൾ ഈ പുസ്തകത്തിനെ 4ആയിട്ട് എടുക്കുന്നു. അതിൽ ഒന്ന് പൂർവ രസലഹരിയാണ്, ദക്ഷിണ രസലഹരി, പശ്ചിമ രസലഹരി, പിന്നെ 4ാമത്തത് നോർത്തേൺ വേവ്. അപ്പൊ ഈ 4 കാര്യങ്ങൾ ഇതിൽ ഓരോന്നിനെ വീണ്ടും ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അവിടെയാണ് നമ്മൾ നിന്നിരുന്നത്. പൂർവരസ ലഹരിയില് 4ആയിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്നു. ഒന്ന് എന്താണ്? ആദ്യമായിട്ട് പറയണത് ആമുഖം, ഇൻട്രഡക്ഷൻ. അതായത് ഇൻട്രഡക്ഷനിൽ ഭഗവാന്റെ ഫീച്ചേഴ്സ്, അതായത് ഭഗവാൻ അഖില രസാമൃതമൂർത്തിയാണ്. എന്തുകൊണ്ടാണ് ഭഗവാൻ അഖില രസാമൃതമൂർത്തി എന്ന് പറയണത്? ഈ കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്യും. ഇനി രണ്ടാമത്തത് വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സാധനാഭക്തി, മറ്റൊന്ന് ഭാവഭക്തി, അതിന്റെ അടുത്തത് പ്രേമഭക്തി. ഇതാണ് നമ്മൾ ഇവിടെയാണ് നിർത്തിയിരുന്നത്.
ഈ സാധനാ ഭക്തിയിൽ വന്നിട്ടാണ് നമ്മൾ പിന്നെ നിർത്തി കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെ തന്നെയല്ലേ? അവിടെ തന്നെയല്ലേ നമ്മൾ നിന്നിരുന്നത്? അതെ അതെ. ഓക്കെ. അപ്പോ ഈ ഈസ്റ്റേൺ വേർബിന് ഭാവഭക്തിയില് സാധനാ ഭക്തിയില്, ഭാവഭക്തിയിൽ എത്തിയിട്ടില്ല നമ്മൾ. സാധനാ ഭക്തിയില് വീണ്ടും അതിനെ നമ്മൾ രണ്ടായിട്ട് തരംതിരിച്ചിരുന്നു, രണ്ടായിട്ട് പറഞ്ഞിരുന്നു. ഒന്ന് എന്താണ്? ആദ്യത്തെ ഒന്ന് പറഞ്ഞു, രാഗാനുക. അത് രണ്ടാമത്തത്. ആദ്യത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു സാധന ഭക്തി, പിന്നെ രണ്ടാമത്തത് രാഗാനുക ഭക്തി. ആ, ഇതാണ് നമ്മൾ സംസാരിച്ചിരുന്നത് അല്ലെ? ഇതിനെ കുറിച്ചാണ് നമ്മൾ സംസാരിച്ചിരുന്നത്. ഈ സാധനാ ഭക്തിയിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ, സാധനാ ഭക്തി നമ്മളെ എവിടേക്ക് കൊണ്ടുപോകുന്നു? നമ്മളെ അവസാനം രാഗാനുക ഭക്തിയിലേക്ക് കൊണ്ടുപോകുന്നു. എന്താണ് രാഗാനുക? അപ്പൊ നമ്മളെല്ലാവരും ഇസ്കോണിലിരിക്കുന്ന മാക്സിമം ആളുകളും നമുക്കെല്ലാവർക്കും എന്താ പറയണത്, ഫസ്റ്റ് ദീക്ഷ സ്വീകരിക്കുക, രണ്ടാമത്തെ ദീക്ഷ സ്വീകരിക്കുക, അതിനുശേഷം എന്താണ് എന്ന് നമുക്ക് അറിയുന്നില്ല. ഇപ്പൊ കുറെ ആളുകളുണ്ട് ഫസ്റ്റ് ഇനീഷ്യേഷൻ വാങ്ങിയിട്ടുള്ളവര്, സെക്കൻഡ് ഇനീഷ്യേഷൻ വാങ്ങിയിട്ടുള്ളവർ. അതിനുശേഷം നമ്മൾ ആ ഒരു സ്റ്റേജിലേക്ക് വരണം. അതാണ് ശ്രീല പ്രഭുപാദും ആചാര്യന്മാരും ആഗ്രഹിക്കുന്നത്. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാല് രാഗാനുക ഭക്തിയിലായിരിക്കുന്നത്. സാധനാ ഭക്തി കഴിഞ്ഞിട്ടുള്ള സ്റ്റേജ് ആണ് ഈ രാഗാനുക ഭക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതായത് സാധനാ ഭക്തി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ വൈദിക വിധി പ്രകാരം നമ്മൾ സാധനകൾ ചെയ്യുന്നത്. ഇപ്പൊ നമ്മൾ രാവിലെ എണീക്കണം, നമ്മൾ കുളിച്ച് വൃത്തിയായി വന്ന് മംഗളാരതി ചെയ്തുകൊണ്ട് അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ നാമം ജപിക്കണം, പ്രസാദ സേവ ഉണ്ടാവണം, ഈ 10 അപരാധങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കണം. ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് പതുക്കെ പതുക്കെ നമ്മളെ ഈ സാധനാ ഭക്തി രാഗാനുക ഭക്തിയിലേക്ക് ലീഡ് ചെയ്യും. നമ്മൾ പറഞ്ഞു സാധനാ ഭക്തി, രാഗാനുക ഭക്തി. ഈ രാഗാനുക ഭക്തി എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്പോണ്ടേനിയസ് ലവ് ആണ്. അതായത് അത് ഒരാള് ഒരു രീതി പറഞ്ഞു കൊടുത്തു വരുന്നതല്ല. ഒരു വസ്തുവിനെ കണ്ടാൽ നമുക്കൊരു അട്രാക്ഷൻ ഉണ്ടാവും. അല്ലാതെ അതിന്റെ ഫീച്ചേഴ്സ് പറഞ്ഞ് ചിലവരുടെ കണ്ടിട്ടുണ്ട്, കാറ് മേടിക്കാൻ മുമ്പ് ആ കാറിന്റെ ഫീച്ചേഴ്സ് നോക്കും, എന്നിട്ട് അവർ ഈ ഫീച്ചേഴ്സ് ഉണ്ടല്ലോ അപ്പൊ ഈ കാറ് വാങ്ങിക്കാം എന്ന് പറഞ്ഞല്ല പോകും. അപ്പൊ ഈ സാധനാ ഭക്തി ചെയ്തിട്ട് ആ റൂൾസ് ആൻഡ് റെഗുലേഷനിലൂടെ നമ്മൾ ചെയ്തിട്ട് നമ്മൾ ഒരു സ്റ്റഡി മൈൻഡിലെത്തും. അപ്പൊ നമുക്ക് ഭഗവാന്റെ ഭക്തന്മാരുടെ കൃപ മൂലം നമുക്ക് രാഗാനുക ഭക്തിയിലേക്ക് ട്രാൻസിഷൻ, സാധനാ ഭക്തിയിൽ നിന്നും രാഗാനുക ഭക്തിയിലേക്ക് നമുക്ക് ട്രാൻസിഷൻ കിട്ടും. ഫീച്ചേഴ്സ് നമ്മൾ പറഞ്ഞു. എന്താണ്? അഖില രസാമൃത മൂർത്തി, ഭഗവാൻ സകല രസങ്ങളും പൂർണ്ണമായിട്ടും കാണിച്ചിരിക്കുന്നു. ഇത് നമുക്ക് ഭഗവാന്റെ ലീലകളിലും കാണാൻ സാധിക്കും. അതായത് ഭഗവാന്റെ ലീലകളില് നമുക്ക് ഭഗവാന്റെ, അതായത് ശ്രീമതി രാധാറാണി, ലളിത, വിശാഖ, അങ്ങനെ ഒരു ഗ്രൂപ്പ് ഉണ്ട്. അഷ്ടസഖികളുടെ ഒരു ഗ്രൂപ്പ് ഉണ്ട്. ഈ ഗ്രൂപ്പുകൾ സദാസമയവും രാധാറാണിയുടെ കൂടെയായിരിക്കും. ഇതേമാതിരി തന്നെ ഒരു എനിമി ഗ്രൂപ്പ് ഉണ്ട്, ചന്ദ്രാവലിയുടെ ഗ്രൂപ്പ്. അതായത് അവര് രാധാറാണീനെ ഭഗവാന്റെ അടുത്തേക്ക് എടുക്കാൻ സമ്മതിക്കാറില്ല. പക്ഷേ
ഈ ലളിത വിശാഖ ഇവരെല്ലാം വളരെ സ്ട്രോങ് ആയതുകൊണ്ട് അവര് സദാസമയം ഭഗവാന്റെ കൂടെ തന്നെ, അല്ലെങ്കിൽ രാധാറാണിയെ സദാസമയം ഹെൽപ്പ് ചെയ്തിട്ട് ഭഗവാന്റെ കൂടെ നിർത്തും. അപ്പൊ ഈ രസങ്ങളെല്ലാം നമ്മളിപ്പോ പറഞ്ഞല്ലോ, എനിമി ഗ്രൂപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ആ ശത്രുത നമ്മൾ ഈ ഭൗതിക ലോകത്തിൽ കാണുന്നതല്ല. ആ ശത്രുതയല്ല അവിടുത്തെ ശത്രുത ട്രാൻസെൻഡന്റൽ ആണ്. അതായത് ഭഗവാന് എനിക്ക് കൂടുതൽ സേവ ചെയ്യണം, രാധ ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ സേവ ചെയ്യണം, രാധ ഇങ്ങനെ ചെയ്തു ശരിയായില്ല. ആ ഒരു ട്രാൻസെൻഡന്റൽ ഹാപ്പിനെസ് ഭഗവാന് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അവരങ്ങനെ പ്രവർത്തിക്കുന്നത്. അതായത് ഭൗതികമായിട്ടുള്ള ശത്രുതയല്ല അവിടെ ഉള്ളത്. അപ്പൊ അങ്ങനെ നമ്മള് ഈ രസങ്ങളെല്ലാം, അതായത് ഭഗവാൻ ഈ രസങ്ങളെല്ലാം എൻജോയ് ചെയ്തിട്ട് മുന്നോട്ട്, അതായത് ഭഗവാന്റെ പൂർണ്ണ രസങ്ങളെ കുറിച്ചിട്ട് നമുക്ക് അറിവ് കിട്ടുന്നു. ഇതൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാല് ഒരു ശ്ലോകം, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ശ്ലോകമുണ്ട് ഭക്തിരസാമൃത സിന്ധുവിൽ. അത് നമ്മളെല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു ശ്ലോകമാണ്. അത് പിനക്കിൾ എന്ന് പറയാം, അതായത് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള ഒരു ശ്ലോകമാണ്. എന്താണ് ആ ശ്ലോകം എന്ന് ആർക്കെങ്കിലും ഊഹിക്കാൻ സാധിക്കുന്നുണ്ടോ? ആ ശ്ലോകം അന്യാഭിലാഷിത ശൂന്യം ജ്ഞാന കർമാജനാവൃതം ആനുകൂല്യേന കൃഷ്ണാനു ശീലനം ഭക്തിരുത്തമം. ഉത്തമ ഭക്തി എന്താണ്? ഉത്തമ ഭക്തി എന്ന് പറയുന്നതാണ്. അതെല്ലാം ഈ രാഗാനുഗ സ്റ്റേജസിലേക്ക് വന്നതിന് ശേഷം മാത്രമേ ഈ ഉത്തമ ഭക്തി വരുന്നുള്ളൂ. അപ്പോഴാണ് നമുക്ക് അതായത് രാഗാനുഗ സ്റ്റേജിൽ വന്നെങ്കിൽ മാത്രമേ അതിന് ഉത്തമ ഭക്തി എന്ന് പറയാൻ സാധിക്കുള്ളൂ. നമുക്ക് എല്ലാവർക്കും അറിയാം, കർമ്മമിശ്ര ഭക്തിയുണ്ട്, ജ്ഞാനമിശ്ര ഭക്തിയുണ്ട്. പക്ഷെ ഈ കർമ്മമിശ്ര ഭക്തിയും ജ്ഞാനമിശ്ര ഭക്തിയും ചെയ്യുന്നതിന്റെ ഫലമായിട്ട് നമുക്ക് പ്രേമഭക്തി കിട്ടില്ല. നമ്മൾ കർമ്മമിശ്ര ഭക്തിയും ജ്ഞാനമിശ്ര ഭക്തിയും ചെയ്യുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും ഭഗവാന്റെ ലോകത്തിൽ ചെന്ന് ചേരാൻ സാധിക്കും. അതായത് നമുക്ക് മുക്തി ലഭിക്കും. അതായത് ഭഗവാന്റെ ലോകത്തിൽ നിൽക്കാം, സാലോക്യ. ഭഗവാന്റെ രൂപം നമുക്ക് കിട്ടും, സാരൂപ്യ. ഭഗവാന്റെ ഒപ്പുലൻസ് എല്ലാം കിട്ടും, സാഷ്ടി. ഭഗവാന്റെ അടുത്ത് നിൽക്കാൻ നമുക്ക് സാമീപ്യ. ഭഗവാനിൽ ചെന്ന് ചേരാൻ സാധിക്കും നമുക്ക് സായുജ്യം. അങ്ങനെ 5 മുക്തികളുണ്ട്. ഈ മുക്തികള് ആർക്ക് ലഭിക്കും? ജ്ഞാനികൾക്കും അതേമാതിരി യോഗികൾക്കും ലഭിക്കുന്നതാണ്. ഭക്തന്മാർക്ക് മാത്രമേ, അതായത് ഭക്തന്മാർ ഈ മുക്തികളെ ആഗ്രഹിക്കുന്നില്ല, അവർ ആ മുക്തിയെ റിജക്ട് ചെയ്യുക. അപ്പൊ അവിടെ എന്താണ് സംഭവിക്കുന്നത്? അന്യാഭിലാഷിത ശൂന്യം. അതായത് ഭഗവാനെ സംതൃപ്തനാക്കുക, ഭഗവാനെ സേവിക്കുക, ഭഗവാന് സംതൃപ്തി കൊടുക്കുക എന്നല്ലാതെ മറ്റ് ഒരു അഭിലാഷങ്ങളും ആ ഭക്തനിൽ കാണാൻ സാധ്യമല്ല. ഇപ്പൊ നമ്മളൊക്കെ ഭക്തി ചെയ്യുമ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, നല്ല നമ്മൾ കേട്ടിട്ടുണ്ട്, ചതുർവിധ ഭജന്തേ മാം ജനാ സുഖിനോർജുന ആർത്തോ ജിജ്ഞാസുരർത്ഥാർത്ഥി ജ്ഞാനീച്ച ഭരതർഷഭ. 4 വിധത്തിലുള്ള ആളുകൾ എൻ്റെ അടുത്ത് എത്തുന്നു. ചതുർവിധ ഭജന്തേ മാം ജനാ സുഖിനോർജുന. അപ്പൊ 4 തരത്തിലുള്ള ആളുകൾ വരുന്നുണ്ട്. ആരൊക്കെയാണ്? ആർത്തോ ജിജ്ഞാസുരർത്ഥാർത്ഥി. ആർത്തന്മാര്, ജിജ്ഞാസുക്കള്, അർത്ഥാർത്ഥികള്, അവസാനം ജ്ഞാനികൾ. പക്ഷെ ഇവിടെ ജ്ഞാനവും ജ്ഞാനമിശ്രഭക്തിയും കർമ്മമിശ്രഭക്തിയും നമ്മളെ പ്രേമഭക്തിയിലേക്ക് കൊണ്ടുപോകില്ല. നമ്മുടെ ആവശ്യം എന്താണ്?
നമ്മുടെ ആവശ്യം പ്രേമഭക്തിയിലേക്ക് പോകുക എന്നതാണ് ഭക്തന്മാർ ആഗ്രഹിക്കുന്നത്. അവരൊരിക്കലും മുക്തി ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് അവർ സദാസമയം എന്തായിരിക്കും അവരുടെ ചിന്ത? അന്യ അഭിലാഷം. ഒരു അഭിലാഷവും ഉണ്ടാവില്ല. ഇപ്പൊ നമ്മള് മുക്തി ലഭിക്കണം എന്ന് പറയുന്നത് കൂടി ഒരു അഭിലാഷമാണ്. എനിക്ക് മുക്തനാവണം, മുക്തനാവണം, മുക്തനാവണം. ഒരു തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാല് അതും ഒരു അഭിലാഷമാണ്, ആഗ്രഹമാണ്. ഈ ആഗ്രഹമാണ് നമ്മളെന്നെ എന്ത് ചെയ്യുന്നത്? ആഗ്രഹങ്ങള് നമ്മളെന്നെ ആക്ഷനിലേക്ക് നയിക്കുന്നു. ഈ ആക്ഷൻ നടക്കുന്ന സമയത്ത് നമ്മളെ എന്താകുന്നു? നമ്മളവിടെ കർമ്മത്തിൽ ബന്ധിതരാകും. ഇതെങ്ങനെയാണെന്ന് നോക്കാം. അതായത് ആഗ്രഹം നമ്മളെന്നെ കർമ്മത്തിലേക്ക് വഴി തെളിയിക്കുന്നു. അപ്പൊ ഈ കർമ്മം ചെയ്യുന്നതിന്റെ ഫലമായിട്ട് നമ്മൾ ബന്ധനത്തിലായിത്തീരും. ഫോർ എക്സാമ്പിൾ, നിങ്ങൾക്കൊരു കാറ് വേണം, കയ്യിൽ പൈസ ഇല്ല. അപ്പൊ അവിടെ എന്ത് കർമ്മം നടക്കും? അവിടുത്തെ കർമ്മം കട്ടെടുക്കുക എന്നുള്ളൊരു കർമ്മമാണ്. ആ കർമ്മം ചെയ്യുന്നതിന്റെ ഫലമായിട്ട് നമുക്ക് പാപഫലങ്ങൾ കിട്ടും. അപ്പോ നമ്മുടെ ആഗ്രഹങ്ങളാണ് നമ്മളെ ബന്ധനസ്ഥരാക്കുന്നത്. അത് ഇല്ലാതെയാക്കും. ആഗ്രഹങ്ങൾ ഇല്ലാതെയാവും. അങ്ങനെ ആഗ്രഹങ്ങളില്ലാതെയായിട്ട്, അതായത് അഭിലാഷങ്ങളൊന്നുമില്ലാതെ, അതുകൊണ്ടാണ് അന്യ അഭിലാഷിത ശൂന്യം ജ്ഞാന കർമാതി അനാവൃതം. അനാവൃതം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇല്ലാതെ, അതായത് അതിനെ പൊതിഞ്ഞു കെട്ടാതെ. എന്തുകൊണ്ട് പൊതിഞ്ഞു കെട്ടാതെ? ജ്ഞാനം കൊണ്ടോ കർമ്മം കൊണ്ടോ പൊതിഞ്ഞു കെട്ടാതെ. ഭക്തിനെ പൂർണ്ണമായിട്ടും ആ ഭക്തി ഭഗവത് സേവനത്തിനായിട്ട് ന്യാഭിലാഷിത ശൂന്യം ജ്ഞാന കർമാതി അനാവൃതം ആനുകൂല്യേന ഫേവറബിൾ ആയിട്ട് നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികൾ ഭഗവാന് ഫേവറബിൾ ആയിട്ടായിരിക്കും. അല്ലെങ്കിൽ ഭഗവാന് സന്തോഷം കൊടുക്കുന്നതിന് അഭിലാഷിതാശൂന്യം ജ്ഞാന കർമാതി അനാവൃതം അനുകൂലേന കൃഷ്ണാനു. ആർക്ക് ആനുകൂല്യമായിട്ട്? കൃഷ്ണന് അനുകൂലമായിട്ടുള്ള രീതിയിലായിരിക്കണം നമ്മൾ പ്രവർത്തിക്കേണ്ടത്. അപ്പൊ നമ്മള് കൃഷ്ണ അനുകൂലമായിട്ട് പ്രവർത്തിച്ചില്ല എങ്കിൽ പോലും കൃഷ്ണൻ നമുക്കാണ്. നമുക്ക് ഉത്തമ ഭക്തന്മാരായി തീരാൻ സാധ്യമല്ല. അപ്പൊ എന്താണ് അനുകൂല ഭക്തി എന്ന് നോക്കാം. അനുകൂല ഭക്തിയിൽ നമുക്ക് എന്താണ് കാണാൻ സാധിക്കുന്നത്? അല്ലെ, അനുകൂലേന കൃഷ്ണാനു. ഇപ്പൊ നമുക്ക് കുറച്ച് കാര്യങ്ങൾ പറയുമ്പോൾ ഹിരണ്യകശിപു ഭഗവാനെ സദാസമയം സ്മരിച്ചുകൊണ്ടിരുന്നിരുന്നു. പക്ഷെ ആ സ്മരണ ഭയം കൊണ്ടുള്ളൊരു സ്മരണയാണ്. തീർച്ചയായിട്ടും അദ്ദേഹത്തിന് അറിയാം, എന്റെ മരണം ഭഗവാന്റെ കൈകൊണ്ടായിരിക്കും എന്ന് പൂർണ്ണമായിട്ടും അദ്ദേഹത്തിന് അറിവുണ്ടായിരുന്നു. അതുകൊണ്ട് സദാസമയം അദ്ദേഹം മെഡിറ്റേറ്റ് ചെയ്തുകൊണ്ടിരുന്നു. അത് പ്രതികൂലമായിട്ടുള്ള ഒന്നായിരുന്നു, അനുകൂലേന ആയിരുന്നില്ല. നേരെ മറിച്ച് ഭഗവത് ഭക്തന്മാര് ഭഗവാന്റെ, അതായത് ഭഗവാന്റെ സേവനത്തിന് വേണ്ടിയിട്ട് എന്തും ചെയ്യാൻ റെഡിയാണ്. അനുകൂലമായിട്ട്. ഒരു പക്ഷെ നമുക്ക് പ്രത്യക്ഷത്തിൽ തോന്നിയേക്കാം ഇത് ശരിയല്ല,
നമുക്ക് യശോദയുടെ കാര്യമെടുക്കാം. യശോദമയ്യ ഭഗവാന് പാല് കൊടുത്തു കൊണ്ടിരിക്കുന്ന സമയത്ത് അവിടെ അടുപ്പില് പാല് തിളച്ച് പൊങ്ങുന്നത് കണ്ടപ്പോൾ ഭഗവാനെ താഴെ ഇരുത്തിയിട്ട് പാലിന്റെ അടുത്തേക്ക് പോയി. ഇത് ഉത്തമ ഭക്തിയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാല് അതിന്റെ ഉത്തരം എന്തായിരിക്കും? ഇത് ഉത്തമ ഭക്തി അല്ല, അല്ലേ? അങ്ങനെയല്ലേ? അല്ല. ഉത്തമ ഭക്തിയാണ്, പക്ഷേ അത് ചേഷ്ടയിൽ വരും. ചേഷ്ടരൂപ ഭക്തി. വെരി ഗുഡ്. അതായത് ചേഷ്ടരൂപ ഭക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇവിടെ ഭഗവാന് കൊടുക്കാൻ വേണ്ടിയിട്ട്, ഭഗവാന് വെണ്ണ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടായിരുന്നു ആ പാല് തളച്ചു കൊണ്ടിരുന്നത്. അപ്പൊ അത് പ്രത്യക്ഷത്തിൽ നമുക്ക് എന്ത് തോന്നാം? പ്രത്യക്ഷത്തിൽ നമുക്ക് എന്തേ യശോദമയ്യ എങ്ങനെ കണ്ണനെ താഴെ വെച്ചിട്ട് ഓടിപ്പോയത് എന്ന് ചോദിച്ച് ഒന്ന് ഇതാക്കുമ്പോൾ പ്രത്യക്ഷത്തിൽ നമുക്ക് തോന്നിയേക്കാം ഇത് ഉത്തമ ഭക്തിയല്ല എന്ന്. തീർച്ചയായിട്ടും അത് ഉത്തമ ഭക്തിയാണ്. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഭഗവാന് വേണ്ടിയിട്ടാണ് ആ പാല് തിളയ്ക്കുന്നത്. ഭഗവാന് വെണ്ണ കടയാൻ വേണ്ടിയിട്ടാണ് ആ പാല് ഉപയോഗിക്കുന്നത്. അപ്പൊ ഇത് ഭഗവാന്റെ സേവനത്തിനാണ്. അപ്പൊ ഭഗവാന്റെ സേവനത്തിനായതുകൊണ്ട് അത് ഉത്തമ ഭക്തിയാണ്. നേരെ മറിച്ച് ഹിരണ്യകശിപു ചിന്തിച്ചു കൊണ്ടിരുന്ന ഭഗവാനെ ശത്രുവിന്റെ ഭാവത്തിലാണ്. അപ്പൊ അത് അനുകൂല ഭക്തിയല്ല. അപ്പൊ അനുകൂല ഭക്തി ആനുകൂല്യേന കൃഷ്ണാനു ശീലനം ഭക്തിരുത്തമം. അതാണ് ഉത്തമ ഭക്തി എന്ന് പറയുന്നത്. ഫേവറബിൾ ആയിട്ട് ചെയ്യുക. നമുക്ക് ഫേവറബിൾ ആയിട്ടല്ലാണ്ട്. അതുകൊണ്ട് ആദ്യം പറഞ്ഞത് അന്യാഭിലാഷിത ശൂന്യം എന്ന് പറഞ്ഞത്. നമുക്കൊരിക്കലും അത് ഫേവറബിൾ ആവരുത്. നമ്മൾ ചെയ്യുന്ന ആ പ്രവൃത്തി നമ്മുടെ ഫേവറിന് വേണ്ടിയിട്ട് ആവരുത്. അതുകൊണ്ടാണ് ആദ്യത്തെ ലൈനിലെ പറഞ്ഞത് അന്യാഭിലാഷിത ശൂന്യം ജ്ഞാന കർമാദി അനാവൃതം ആനുകൂല്യേന കൃഷ്ണാനു ശീലനം ഭക്തിരുത്തമം. അപ്പൊ മറ്റ് ചിന്തകളൊന്നുമില്ലാതെ ഭഗവാന് സംതൃപ്തി കൊടുക്കണമെന്നുള്ള തീരുമാനത്തിൽ ആരാണോ പ്രവർത്തിക്കുന്നത് അവര് ഉത്തമ ഭക്തന്മാരാണ്. അവര് പ്രേമഭക്തിയിലുള്ള ഭക്തന്മാരാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പൊ വീണ്ടും ഇവിടെ യശോദമയ്യ ഉത്തമ ഭക്തിയാണോ ചെയ്തത്? തീർച്ചയായിട്ടും. ഒരു സംശയവും ഇല്ല ആ കാര്യത്തില്. കാരണം യശോദമയ്യയുടെ മൈൻഡിൽ ഓടിക്കൊണ്ടിരുന്നത് ഞാൻ കൊടുക്കുന്ന വെണ്ണ ശരിയല്ല, അതുകൊണ്ടാണ് കണ്ണൻ എല്ലാ വീടിലും പോയിട്ട് വെണ്ണ കട്ടു തിന്നുന്നത് എന്നുള്ള ചിന്തയായിരുന്നു യശോദമയ്യയ്ക്ക്. ഭഗവാൻ അഖില രസാമൃത മൂർത്തി ആയതുകൊണ്ട് ഭഗവാൻ എല്ലാവർക്കും ആനന്ദം കൊടുക്കാൻ വേണ്ടിയിട്ട്, എല്ലാ രസങ്ങളും നുകരാൻ വേണ്ടിയിട്ട് ഭഗവാൻ ചില ലീലകളെല്ലാം കാണിക്കും. കട്ടു തിന്നുന്നത്, അതേമാതിരി ഗോപികളുടെ വസ്ത്രം എടുത്തു കൊണ്ടുപോകുന്നത്, ഇതെല്ലാം കർമ്മയോഗികൾക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല. ഈ സ്റ്റേജ്, അതായത് ഇങ്ങനെ ചെയ്യുന്ന ഈ ഭഗവാൻ ഇങ്ങനെ ചെയ്യുന്ന പ്രവൃത്തികള് ഉത്തമ ഭക്തന്മാർക്ക് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. കർമ്മയോഗികള് അതിനെ റിജക്ട് ചെയ്യും. കാരണം ഭഗവാൻ അങ്ങനെ ചെയ്യാൻ പാടില്ല. അത് തെറ്റായിട്ടുള്ള ഒരു കർമ്മമാണ് മറ്റ് സ്ത്രീകളുടെ വസ്ത്രങ്ങൾ എടുത്തു കൊണ്ടുപോകുക. അവർക്കൊരിക്കലും
ആ പ്രേമഭക്തി ഇല്ലാത്തവരാണ്. അങ്ങനെ ചിന്ത, അതായത് കർമ്മ മിശ്ര ഭക്തി ചെയ്യുന്നവരും കർമ്മഭക്തി ചെയ്യുന്നവരും, ജ്ഞാനമിശ്ര കർമ്മമിശ്ര ഭക്തി ചെയ്യുന്നവർക്കും അത് ബാധകം. അപ്പൊ ഈ അന്യാഭിലാഷിത ശൂന്യം, ഇത് ചൈതന്യ ചരിതാമൃതത്തിലും അതേമാതിരി ശ്രീല പ്രഭുപാദ് ശ്രീമദ് ഭാഗവതത്തിലും അത് കോട്ട് ചെയ്ത് പറയുന്നുണ്ട്. എല്ലായിടത്തിലും നമുക്ക് കാണാൻ സാധിക്കും ഈ ശ്ലോകം. ഇത് പിനക്കിൾ ഓഫ് വെർസസ് എന്ന് പറയാം നമുക്ക്. അതായത് ശ്ലോകങ്ങളില് കൂട്ടുമുടിയിൽ നിൽക്കുന്ന ഒന്നാണ് ഈ അന്യാഭിലാഷിത ശൂന്യം ജ്ഞാന കർമാതി അനാവൃതം ആനുകൂലേന കൃഷ്ണാനു ശീലനം ഭക്തിരുത്തമം. അപ്പൊ ഈ ശ്ലോകം നിങ്ങൾ എല്ലാവരും ഒന്ന് പഠിച്ചു വയ്ക്കുന്നത് നന്നായിരിക്കും. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളൊരു ശ്ലോകമാണത്. അപ്പൊ നമ്മള് സാധനാ ഭക്തിയാണ് സംസാരിച്ചു കൊണ്ടിരുന്നത്. അതില് വൈദി സാധനാ ഭക്തി, പിന്നെ രാഗാനുക സാധനാ ഭക്തി. അപ്പൊ ഈ വൈദി സാധനാ ഭക്തി എങ്ങനെയാണ്? ഈ സാധനാ ഭക്തി നമ്മളില് പ്രകടമാകുന്നത് ഈ 7 സ്റ്റേജ് ഞാൻ പറഞ്ഞിട്ടുണ്ട്, 9 സ്റ്റേജിലൂടെയാണ്. അതായത് ശ്രദ്ധ, സാധുസംഗം, ഭജനക്രിയ, നിഷ്ഠ, രുചി, ആസക്തി, ഇതെല്ലാം ഉണ്ടാവണം. ഇനി ഈ സാധനാ ഭക്തിയുടെ പ്രത്യേകത എന്താണ്? ഈ സാധനാ ഭക്തി നമ്മളെ ഭാവഭക്തിയിലേക്ക് നയിക്കുന്നു. അങ്ങനെ ഭാവഭക്തിയിൽ നമ്മൾ പോയി കഴിഞ്ഞാല് അതിനുശേഷം നമ്മൾ പ്രേമഭക്തിയിലേക്ക് പോകുന്നു. പടിപടിയായിട്ടാണ് നമ്മൾ പോകുന്നത്. അപ്പൊ ഈ സാധനാ ഭക്തിയെ നമ്മൾ, അതായത് ശ്രീല രൂപ ഗോസ്വാമി വിവരിക്കുന്നുണ്ട്. കൃതി സാധ്യ ഭവേത് സാധ്യ ഭാവസ സാധനാഭിധ. ഭക്തിരസാമൃത സിന്ധുവിൽ പറയുന്നതാണ്, കൃതി സാധ്യ ഭവേത് സാധ്യ ഭാവാസ സാധനാഭിധ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഭക്തി നമ്മുടെ ഇന്ദ്രിയങ്ങളിലൂടെ ചെയ്യുന്നതിന്റെ ഫലമായിട്ട്, അതായത് നമ്മുടെ ഗോൾ എന്തായിരിക്കണം, ഭാവ നമ്മളിൽ വരണം എന്ന് ചിന്തിച്ചുകൊണ്ട് നമ്മുടെ ഇന്ദ്രിയങ്ങളെ കൺട്രോൾ ചെയ്തുകൊണ്ട് പ്രവർത്തിക്കുമ്പോൾ അതിന് സാധനാ ഭക്തി എന്ന് പറയും. അല്ലെങ്കിൽ വളരെ ലളിതമായിട്ട് പറയുകയാണെങ്കിൽ സാധനാഭക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മളില് ഡീപ്പായിട്ടുള്ള ഒരു ആത്മീയ ഉണർവ് അല്ലെങ്കിൽ ആത്മീയ ഇമോഷൻ ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ഒന്ന്. ഇമോഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെയാണ് ഭാവ എന്ന് പറയുന്നത്. ആ ഇമോഷൻ ഉണ്ടാവാൻ വേണ്ടിയിട്ട് ചെയ്യുന്നത്, അതാണ് സാധനാഭക്തിയുടെ ഡെഫിനിഷൻ. അപ്പൊ ഈ സാധനാഭക്തി നമ്മൾ ചെയ്തുകൊണ്ട് പതുക്കെ പതുക്കെ നമ്മൾ വീണ്ടും എന്ത് ചെയ്യണം, ഭാവഭക്തിയിലേക്ക് വരണം. അപ്പൊ ഈ ഭാവഭക്തിയുടെ സാധനാഭക്തിയുടെ സ്വഭാവ സവിശേഷതകളാണ് നമ്മൾ പറഞ്ഞത്. എന്താണ്? അതായത് ആദോ ശ്രദ്ധ തതോ സാധു സംഗോധ ഭജനക്രിയ എന്ന് പറഞ്ഞത്. ഇനി ഈ സാധനാഭക്തിയില് ആക്ച്വലി ഭക്തിയില് രൂപ ഗോസ്വാമി ഭക്തിരസാമൃത സിന്ധുവിൽ പറയുന്നുണ്ട് 64 ഐറ്റങ്ങളുണ്ട്. എത്രയാണ്? 66 ഐറ്റങ്ങളുണ്ട്. ഈ 64 ഐറ്റങ്ങളും നമ്മള് ഓരോന്നോരോന്നായിട്ട് നോക്കുന്നില്ല. അതിൽ മെയിൻ ആയിട്ടുള്ള 5 കാര്യങ്ങളുണ്ട്. ആ 5 കാര്യങ്ങൾ എന്താണെന്ന് നമുക്ക് നോക്കാം. അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. 5 കാര്യങ്ങൾ. അതൊന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ നിങ്ങൾ.
ഒന്ന് ഒരു മിനിറ്റ് സ്ലൈഡ് പറയാം. അപ്പൊ ഇവിടെ നമ്മൾ ഈ അഖില രസാമൃതമൂർത്തി എന്ന് പറഞ്ഞല്ലോ. അപ്പൊ ഈ അഖില രസാമൃതമൂർത്തി എന്ന് പറഞ്ഞതില് ഡീപ്പറായിട്ട് നോക്കുകയാണെങ്കിൽ എന്താണ് പറയണത്? ഭഗവാനാണ് രസം കൂടുതൽ അനുഭവിക്കുന്നത്, അല്ലെങ്കിൽ കൃഷ്ണ സോഴ്സ്, കൃഷ്ണ ഈസ് എ സോഴ്സ് ഓഫ് ഓൾ ദ രസാസ് എന്ന് പറയാം. ഭഗവാനാണ് എല്ലാ രസങ്ങളുടെയും സോഴ്സ്. ഭഗവാന്റെ ആ ഭംഗിയെ, അല്ലെങ്കിൽ ഭഗവാന്റെ ആ രസങ്ങളെ മറ്റൊന്നിനുമായിട്ട് നമുക്ക് കമ്പയർ ചെയ്യാൻ സാധ്യമല്ല. അടുത്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഭഗവാന്റെ സകല രസങ്ങളും നമുക്ക് കാണാൻ സാധിക്കുന്നത് രാധാറാണിയുമായിട്ടുള്ള സമയത്താണ്. എല്ലാ രസവും കാണാൻ സാധിക്കും. അതായത് ഭക്തിരസം അദ്ദേഹത്തിന്റെ ആ പാസ്റ്റ് ടൈംസിൽ നമുക്ക് കാണാൻ സാധിക്കും. അതായത് ഭഗവാന്റെ ആ രസങ്ങൾ പൂർണ്ണമായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത് രാധാറാണിയുമായിട്ടുള്ള പാസ്റ്റ് ടൈംസിൽ ഉണ്ട്. ഈ ഭക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു ഡ്രൈ ആയിട്ടുള്ള ഫിലോസഫി അല്ല. ഭക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രസങ്ങളോട് കൂടി ചേർന്നിട്ടുള്ളതാണ്. അപ്പൊ രസം മൈനസ് അത് ഉത്തമ ഭക്തിയല്ല. രസം മൈനസ് ചെയ്തു കഴിഞ്ഞാൽ അത് ഉത്തമ ഭക്തിയല്ല എന്ന് പറയാം. അപ്പോ നമ്മൾക്ക് എല്ലാവർക്കും നമ്മുടെ ഗോള് എന്താണ്? നമ്മുടെ ഗോൾ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് എങ്ങനെ ഉത്തമ ഭക്തി ചെയ്യാം, ഇതാണ് നമ്മുടെ ഗോള്. നമ്മുടെ വേറെ ഒരു ഗോളും ഇല്ല നമുക്ക്. നമ്മുടെ ഗോൾ എന്താണ്? ഇപ്പൊ എല്ലാവർക്കും അറിയാം നമ്മുടെ ഗോൾ എന്താണ്? കൃഷ്ണപ്രേമ. കൃഷ്ണപ്രേമ, ഇതാണ് നമ്മുടെ ഗോള്, അല്ലേ? പക്ഷെ ഈ കൃഷ്ണപ്രേമ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് ട്രൈ ചെയ്യേണ്ടതുണ്ട്, പ്രവർത്തിക്കണം. ചുമ്മങ്ങട് നമുക്ക് കൃഷ്ണപ്രേമ കിട്ടില്ല. അപ്പൊ ആ കൃഷ്ണപ്രേമത്തിന് വേണ്ടിയിട്ട് നമ്മൾ സ്ട്രൈവ് ചെയ്യണം. രസങ്ങള് 5 രസങ്ങളുണ്ട്. മെയിൻ ആയിട്ടുള്ള രസങ്ങൾ നമ്മൾ പറഞ്ഞിരുന്നു. എന്താണ്? ശാന്തരസം, ദാസ്യരസം, സഖ്യരസം, വാത്സല്യരസം, മാധുര്യരസം. അപ്പൊ ഇതിന്റെ ഉദാഹരണങ്ങൾ, അതായത് ശാന്തരസത്തിന് ഉദാഹരണങ്ങളാണ് 4 കുമാരന്മാര്, ദാസ്യരസത്തിന് ഹനുമാൻ, സഖ്യരസത്തിന് അർജുനൻ, പിന്നെ സുബല, വാത്സല്യരസത്തിന് യശോദ, നന്ദഭാവ, മാധുര്യരസത്തിന് എല്ലാ ഗോപികമാരും, പ്രത്യേകിച്ച് രാധാറാണി. ഇവരാണ് മെയിനായിട്ട്, അതായത് ഇതിന്റെ ഈ 5 രസങ്ങളുടെയും ഉദാഹരണങ്ങൾ, പ്രൈമറി എക്സാമ്പിൾസ് എന്ന് പറയണം, അല്ലെങ്കിൽ മെയിൻ ഉദാഹരണങ്ങളാണ് ഇവരെല്ലാവരും. ഇനിയും ആളുകളെ കാണാൻ സാധിക്കുന്നു. ഈ രസം നമ്മൾ പറഞ്ഞു, ഭക്തി രസം എന്ന് പറഞ്ഞത്. ഈ ഭക്തി രസത്തില് വീണ്ടും അതിനെ 5 തരം തിരിച്ചിട്ടുണ്ട്. കോമ്പണൻസ് ഓഫ് രസ, രസത്തിന്റെ കോമ്പണന്റുകള്. ഈ രസത്തിന്റെ കോമ്പണൻസ് ആണ് സ്ഥായി ഭാവം. അതായത് സ്ഥായി ഭാവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ അടിച്ചോ കൊല്ലു ഞാന്.
സ്ഥായി ഭാവം എന്ന് പറയും. സ്ഥായി ഭാവം എന്ന് വെച്ച് കഴിഞ്ഞാൽ പെർമനന്റ് ആയിട്ടുള്ള ഒരു ഇമോഷൻ. അത് നമുക്ക് ദാസ്യമാവാം, സഖ്യമാവാം, ശാന്തമാവാം, വാത്സല്യമാവാം, അല്ലെങ്കിൽ പ്രേമയാവാം. പക്ഷെ അത് സ്ഥായി ഭാവമായി. ഇതാണ് രസത്തിന്റെ 5 കോമ്പണൻസ് കേട്ടോ. ഒന്ന് സ്ഥായി ഭാവ, മറ്റൊന്ന് വിഭാവ. എന്താണ് ഈ വിഭാവ എന്ന് വെച്ച് കഴിഞ്ഞാല്, നമുക്ക് ചില സ്പന്ദനങ്ങളിലൂടെ അല്ലെങ്കിൽ ഭഗവാന്റെ വീണ ഫ്ലൂട്ട് കേൾക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഭാവം, അല്ലെങ്കിൽ ഭഗവാന്റെ ആ പീലി തിരുമുടി കാണുമ്പോൾ ഉണ്ടാവുന്നൊരു ഇത്, അതിന് വിഭാവ എന്ന് പറയും. അതായത് ഭഗവാനെ കാണുമ്പോൾ, ഭഗവാന്റെ ഫ്ലൂട്ട് കാണുമ്പോൾ, ഭഗവാന്റെ ഫെറഫെർണയില്, ഭഗവാൻ ഉപയോഗിക്കുന്ന ഫെറഫെർണയില് കാണുമ്പോൾ ഉണ്ടാവുന്ന ഒരു ഭാവം, അതിന് വിഭാവ എന്ന് പറയാം. അപ്പോ സ്ഥായി ഭാവ, വിഭാവ, അടുത്തത് അനുഭാവ. അനുഭാവ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പാടുക, ചിരിക്കുക, ഇതെല്ലാം ഈ അനുഭാവത്തിൽ ഉണ്ടാവുന്ന അനുഭാവ. രസത്തിന്റെ കോമ്പണൻസ് ആണ് കേട്ടോ, രസത്തിന്റെ ഭാഗങ്ങളാണ് ഇതെല്ലാം. സാത്വിക ഭാവ. ഈ സാത്വിക ഭാവം എന്ന് വെച്ച് കഴിഞ്ഞാല് കരയുക, പൊട്ടിച്ചിരിക്കുക. ചില സമയത്ത് എന്താണ്, തല കറങ്ങി വീഴുക, അതായത് എന്തെന്നാ അതിന് പറയുന്നത്, മോഹാലസ്യപ്പെട്ടു വീഴുക. ഇത് സാത്വിക ഭാവത്തിലാണ്. അടുത്തത് വന്ന് വ്യഭിചാരി ഭാവ. ഈ വ്യഭിചാരി ഭാവം എന്ന് വെച്ചാൽ എന്താണ് അർത്ഥം? അസൂയ, കുനുട്ട്, പിന്നെ ആൻസൈറ്റി, പിന്നെ ഹോപ്പ്. ഇതെല്ലാം വ്യഭിചാരി ഭാവത്തിലുണ്ട്. ഇത് രസത്തിന്റെ ഒരു കോമ്പണൻസുകളാണ് കേട്ടോ. ഭഗവാൻ അഖില രസാമൃതമൂർത്തി എന്നാണ് പറയണത്. അതുകൊണ്ട് ഈ രസത്തിന്റെ ഭാഗങ്ങളാണ് ഇതെല്ലാം. ഈ ഭാവം അല്ലെങ്കിൽ എങ്ങനെയാണ് ഭാവം രസത്തിലേക്ക് ലീഡ് ചെയ്യുന്നത്, എങ്ങനെയാണ് നമുക്ക് രസം കിട്ടുന്നത്, അതെങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല് പതുക്കെ പതുക്കെ രൂപഗോസ്വാമി പറഞ്ഞു മനസ്സിലാക്കി തരുന്നുണ്ട് നമുക്ക്. എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നിത്യശാസ്ത്ര അല്ലെങ്കിൽ കൃഷ്ണഭക്തിയിൽ ഫോക്കസ് ചെയ്യുമ്പോൾ, കൃഷ്ണഭക്തിയിൽ ഫോക്കസ് ചെയ്യുന്നതിന്റെ ഫലമായിട്ട് ഭാവരസത്തിലേക്ക് ലീഡ് ചെയ്യും. ഓക്കെ, അപ്പൊ ഇതിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതായത് ആദ്യം പറഞ്ഞത് എന്താണ്? ഭാവഭക്തി, സാധനാഭക്തി, ഭാവഭക്തി, പ്രേമഭക്തി. 3 ഭക്തിയുടെ 3 സ്റ്റേജസിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. സാധന ദ ബിഗിനിങ്, പിന്നെ സാധനയിൽ നിന്ന് നമ്മൾ എന്തായിരുന്നു ഭാവഭക്തിയിലേക്ക് പോകുന്നു, ഭാവയിൽ നിന്ന് നമുക്ക് പ്രേമഭക്തിയിലേക്ക് പോകും. അപ്പോ ഇത് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ട്രാൻസിഷൻ പീരീഡ് ആണ്. ഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പ്രേമയിലേക്ക് പോകാനുള്ള ഒരു പാലമാണ്, ബ്രിഡ്ജ്. അപ്പൊ ഈ ഭാവം എങ്ങനെ ഉണ്ടാവും നമുക്ക്? ഈ ഭാവം ഉണ്ടാകുന്നത് പ്രോപ്പറായിട്ടുള്ള സാധനയിലൂടെയാണ്. പ്രോപ്പറായിട്ടുള്ള സാധനയിലൂടെ, അതായത് നമ്മളെ തന്നെ ഒരു ഉത്തമ ഭക്തൻ സാധനയിൽ ഹെൽപ്പ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ഭക്തി ചെയ്യുമ്പോൾ പതുക്കെ 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 നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? ഭാവയിൽ നിന്നും പ്രേമയിലേക്ക് പോകാൻ സാധിക്കും.
ഇല്ലെങ്കിൽ ഇച്ചിരി ബുദ്ധി. അപ്പൊ ഇന്റൻസ് സാധന. രണ്ടാമത്തത് 2 കാര്യങ്ങളുണ്ട് കേട്ടോ. ഒന്ന് ഇന്റൻസ്, അതായത് ഇന്റൻസ് തീവ്രമായിട്ടുള്ള സാധന. രണ്ടാമത്തത് ആരോ അൺമ്യൂട്ട് ചെയ്തിട്ടുണ്ടല്ലോ പ്രഭു. ഓക്കെ, തീവ്രമായിട്ടുള്ള സാധന. മറ്റൊന്ന് ഒരു ഭക്തന്റെ അനുഗ്രഹം. ഇതാണ് ഭാവ കിട്ടാനുള്ളത്. അതായത് സാധനയിൽ നിന്നും ഭാവയിലേക്ക് ട്രാൻസിഷൻ ആവണമെങ്കിൽ തീവ്രമായിട്ടുള്ള സാധന ഉണ്ടാവണം, മറ്റൊന്ന് ഒരു ഭക്തന്റെ അനുഗ്രഹം ഉണ്ടാവണം. ഇത് രണ്ടുണ്ടെങ്കിലും സാധനാ ഭക്തന്മാർക്ക് ഭാവഭക്തിയിലേക്ക് പോകാൻ സാധിക്കും. ഹരേ കൃഷ്ണ. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. ഞാൻ 5 കാര്യങ്ങൾ പറയേണ്ടതുണ്ട്, അതെല്ലാം നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. ഹരേ കൃഷ്ണ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചോട്ടെ. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ വളരെ കൃഷ്ണ. നാളായിട്ടുള്ള ഒരു ക്ലാരിഫിക്കേഷൻ ആണ് വേണ്ടത്. ഒന്ന്